തൊഴിലുറപ്പ് വേതനം കൂട്ടി. ലേഡീസാണല്ലോ കൂടുതലും തൊഴിലുറപ്പിനിറങ്ങി റോഡിലൊക്കെ ഇറങ്ങി തൊഴിലുകൾ ചെയ്ത് മൺവെട്ടിയിട്ട് വെട്ടി പുല്ലുമെല്ലാം വെട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്യുന്ന അവർക്ക് 369 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം, നല്ലതെന്ന് തന്നെ പറയണമല്ലോ. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ നിന്നും ഡ്രൈവറെ പിടിച്ചിറക്കി മിനി ലോറി ഡ്രൈവർ ശരിക്കും ഉപദ്രവിച്ച് അയാളെ അടിച്ച് ഇടിച്ച് അയാളുടെ മുഖമെല്ലാം അടിച്ച് വികൃതമാക്കി. ആ ലോറി ഡ്രൈവർ അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നാണ് ഇതെല്ലാം ചെയ്യണത്. മയക്കുമരുന്നാണ് ഇതിന് അക്രമത്തിനെല്ലാം കാരണം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുമായിരുന്നു, സ്വിഫ്റ്റ് ബസ്സായിരുന്നു. അത് കർശനമായിട്ട് ശക്തമായ നടപടി എടുക്കണം ലോറി ഡ്രൈവറിൻ്റെ പേരിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ തിരുവനന്തപുരം മ്യൂസിയത്തിനടുത്തുള്ള മാനവീയം വീതിയിൽ 9 മണിക്ക് ശേഷം അവിടെ ഒരു തട്ടുകടയും ഒരു ഹോട്ടലും ചായക്കടയും അവിടെ നടത്താൻ അനുവദിക്കരുത്. അവിടെ എല്ലാ ലഹരി മാഫിയകളുടെ മറവിലാണ് അവിടെ കച്ചവടം നടന്നത്. അവിടെ മയക്കുമരുന്ന് MDA ഈ കച്ചവടക്കാരുടെ മറവിൽ തന്നെ അവിടെ വിതരണക്കാരുണ്ട്. ആഹാരം കഴിക്കാൻ വരുന്നതിൻ്റെ പേരിൽ വിതരണക്കാർ ദൂരെ മാറി നിന്നിട്ട് അവർ പതുങ്ങി ഒളിഞ്ഞും വന്ന് ഈ സാധനം കൂടെ വിറ്റ് ആ കുട്ടികളെയും തലമുറകളെയും എല്ലാം അവർ അവിടെ കാഴ്ചയ്ക്കൊക്കെ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും അവരെ ചീത്തയാക്കാനും വേണ്ടി ഈ ലഹരി മാഫിയ സംഘങ്ങളുണ്ട്. 9 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് ഒരു തട്ടുകടകളും പാടില്ല. അവിടെയാണ് ഈ ആൾക്കാർ പയ്യന്മാരും തലമുറ കോളേജ് പിള്ളേരും എല്ലാം കൂടി നിൽക്കുന്നത്. ഹോസ്റ്റലിലുള്ള പയ്യന്മാരും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടി നിൽക്കുന്ന അവിടെയാണ്. അതിൽ നിന്നൊക്കെ ഈ കടകൾ 9 മണിക്ക് ശേഷം അടച്ചിട്ട് അതിൽ നിന്നെല്ലാം കുട്ടികളെയും തലമുറകളെയും നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. നല്ലതായിട്ട് നല്ല നടത്തക്കാരായിട്ടെടുക്കാം. MDMA എന്നൊക്കെ രക്ഷിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം കോട്ടയത്തും കോഴിക്കോടും ഒക്കെ ഈ രാത്രി കാലങ്ങളിൽ 9 മണിക്ക് ശേഷമുള്ള കടകളിൽ MDMA മയക്കുമരുന്ന് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടുകടകൾ ക്രമീകരിച്ചും ആഹാര സാധനങ്ങൾ വിൽപ്പന ചെയ്യുന്നിടം നോക്കി അവിടെയൊക്കെ അതിൻ്റെയൊക്കെ മറവിലാണ് വിതരണക്കാർ മയക്കുമരുന്ന് MDMA കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തി രഹസ്യമായിട്ട് അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് അവർ കച്ചവടം ചെയ്യണത്. അവരെ പിടികിട്ടാതിരിക്കണം. നാട്ടുകാർ, സമൂഹം, സർക്കാരും പോലീസും ഒത്തിറങ്ങി ഈ കടകൾ 9 മണിക്ക് ശേഷം ഒരു സ്ഥലത്തും ഈ കടകൾ നടത്താൻ അനുവദിക്കരുത്. ഈ പഠിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവരെല്ലാം ഇത് വാങ്ങി കഴിക്കാൻ വേണ്ടി ആ സമയത്ത് കൊണ്ട് 7 മണി